വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. സോ അപ്പൊ ചേട്ടൻ ഫാൻസിന് വേണ്ടി ഞാൻ ചേട്ടനെ വലിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ചേട്ടന്റെ വായിന്ന് എന്തെങ്കിലും മൊഴിയുമോ എന്നുള്ളത് കണ്ടറിയാം. ഇതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ വീഡിയോയിൽ കൊണ്ടുവരാത്തത്. എന്നിരുന്നാലും ചേട്ടനെ വെച്ച ഒരു Q&A ചെയ്യാം എന്ന് വിചാരിച്ചു. നിങ്ങൾ തന്നെ ചോദിച്ച കുറെ Q&A ക്വസ്റ്റ്യൻസും പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കുറെ ക്വസ്റ്റ്യൻസും ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. സോ hello guys. So എന്റെ പേര് അഞ്ജന, രാഹുൽ. സോ ഞാൻ CP എന്നാണ് വിളിക്കുന്നത്. ചാനലിന്റെ പേര് ഇല്ലോളം. സോ വെൽക്കം ടു അവർ Q&A. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ചെന്നൈയിൽ കണ്ടില്ലേ? കണ്ടില്ല, ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്തില്ലേ? ഫസ്റ്റ് ഗൈസ്, ഇത് കഴിഞ്ഞ വർഷം ഹൗ ഐ മെറ്റ് മൈ ഹസ്ബൻഡ് എന്ന വീഡിയോയില് എനിക്കുണ്ടായ ഡൗട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് പേടിച്ചിരിക്കുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട് തോന്നി. ആ ഡൗട്ട് എനിക്ക് ക്ലാരിഫൈ ഇപ്പൊ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ചെന്നൈയിൽ വെച്ച് ഗൈസ് ഹൗ ഐ മെറ്റ് മൈ ഹസ്ബൻഡ് വീഡിയോ കണ്ടിട്ട് ഇത് വന്ന് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ബിക്കോസ് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. സോ ഫസ്റ്റ് നമ്മൾ ചെന്നൈയിൽ കണ്ടപ്പം ഫോൺ വിളിച്ചപ്പം ഹായ് ഹലോ ഒക്കെ പറഞ്ഞ രാത്രി 10 മണിക്ക് വിളിച്ച ഓർമ്മയുണ്ട? ഫസ്റ്റ് ടൈം ഓർമ്മയുണ്ട്? അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 1 വീക്ക് ഒരു അഡ്രസ് ഇല്ലായിരുന്നു? വലിയ ആത്മാർത്ഥത ഇല്ലാന്ന് തോന്നി എനിക്കാ. ആത്മാർത്ഥത ഇല്ല മീൻസ് ഇത് കറക്റ്റ് ആണോ എന്നൊരു ഡൗട്ട് വന്നു. അതുകൊണ്ടാണ് ഡൗട്ട് ഉണ്ടായിരുന്നു. ശരി, 1 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനു വിളിച്ചു? 1 വീക്ക് കഴിഞ്ഞിട്ട് അമ്മൂല്ലേ എന്നെ തിരിച്ചു വിളിച്ചത്. ഞാനൊന്നുമല്ല വിളിച്ചത്. ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഷോപ്പിംഗ് പോയിക്കൊണ്ടുള്ള എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനിറ്റണിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കോൾ വന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് എന്തോ വയ്യാതെ എന്തോ കിടക്കുകയായിരുന്നു, അത് കള്ളമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ആ 1 വീക്ക് ഗ്യാപ്പ് എന്താണ് ഇട്ടതെന്നാണ് എനിക്ക് അറിയുന്നത്. 1 വീക്ക് ഗ്യാപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോ എനിക്ക് തെറ്റ് പറ്റിയോ എന്ന് തിരിച്ചൊരു ഡൗട്ട് തോന്നി. അപ്പൊ തിരിച്ചു വിളിച്ചു നോക്കി. അങ്ങനെ ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഗൈസ് ചില ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് നമ്മുടെ കൃഷിയാണോ സാറിന്റെ മെയിൻ ഇൻകം? എന്റെ മെയിൻ ഇൻകം യൂട്യൂബ് ആണ്. ആദ്യം സാറാണല്ലോ ഗസ്റ്റ്. സോ CP പറയൂ, എന്താണ് പാസീവ് ഇൻകം വല്ലതുകൊണ്ടോ? കൃഷിയാണോ മെയിൻ ഇൻകം സോഴ്സ് എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കൃഷിയല്ല മെയിൻ ഇൻകം സോഴ്സ്. കൃഷി എന്ന് പറയുന്നത് ഞാൻ മെയിൻലി മരങ്ങളാണ് നടുന്നത്. മരങ്ങൾ വളർന്ന് കായ്ക്കാൻ എത്ര നേരം വേണോന്ന് അറിയാമല്ലോ, ഒരു 3-4 വർഷം വേണം. അപ്പോ എന്റെ ഒരു പ്യുവർ ഒരു പാഷന്റെ പുറത്ത് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കൃഷി. അവിടെ പോയി നിൽക്കുമ്പോ വെള്ളം ഒഴിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുന്നു. അല്ലാതെ അവിടെ നിന്ന് വരുമാനം എന്ന് പറയുന്നത് ചെലവ് തന്നെയാണ് കൂടുതൽ. വളം, മെയിൻ്റനൻസ്, ജോലിക്കാരല്ല, ഒരു പയ്യനെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ചെലവാണ് കൂടുതൽ. അപ്പൊ അവിടെ നിന്ന് പാസീവ് ഇൻകം ഒന്നും കിട്ടാറില്ല അധികം. പിന്നെ വീട്ടിലത്തേക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. പേരയ്ക്ക, മാങ്ങ, ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നല്ല ഫ്രൂട്ട്സ് കിട്ടും, വിഷം അടിക്കാത്ത. അതാണ് കൃഷി ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ഗുണം. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ചെറിയ അളവിൽ കിട്ടും. പിന്നെ ഭാവിയിൽ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം വരുമോ എന്ന് അറിഞ്ഞുകൂടെ. ഇപ്പോ ബാക്കി പാസീവ് ഇൻകം എന്ന് പറയുന്നത് ആണ് മെയിൻ. ഇപ്പൊ ജോലിയൊന്നും ചെയ്യുന്നില്ല ഞാൻ. അപ്പോ ഈവനിങ് സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യാറുണ്ട്. സ്റ്റോക്ക് ട്രേഡിംഗ് ഇവിടുത്തെ മാർക്കറ്റിൽ, US മാർക്കറ്റിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അതും ജസ്റ്റ് ഒരു ടൈം പാസ് പോലെയാണ്. പിന്നെ പാസീവ് ഇൻകം എന്ന് പറയാൻ റെന്റൽ ഇൻകം ഉണ്ട്. പിന്നെ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ എന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, നാട്ടുകാർ മറ്റേ ഭയങ്കര ജോലി US എല്ലാം നിർത്തി കഴിഞ്ഞു. ആക്ച്വലി CPക്കും കൂടെ ഉള്ളതാണ്. ഇത്രയും മറ്റേ US ലെവലിലൊക്കെ ഇരുന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് മറ്റേ ഫാമിങ്, പിന്നെ ഞാനാണെങ്കിൽ ഒരുമാതിരി കച്ചറ സംസാരത്തില് വള വർത്താനം പറഞ്ഞ് ഇരിക്കും. അപ്പൊ നാട്ടുകാരൊന്നും പറയാറില്ലേ? അത് നിങ്ങൾ എങ്ങനെ നേരിടുന്നു? ഈ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്നത് എനിക്കൊരു അന്തസ് കുറവല്ലേ? അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് CPയുടെ പെർസ്പെക്റ്റീവുള്ള ആൻസർ ആദ്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ ആൻസർ പറയാം.
എന്നെ നാട്ടുകാർ മെയിൻലി കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എന്നാ തിരിച്ചു പോകുന്നതാണ്. തിരിച്ചു പോകുന്നില്ലേ, അങ്ങനെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെയധികം വരാറുണ്ട്. ഞാൻ പറയും അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിലപ്പം പറയും തിരിച്ചു പോകും, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. അല്ലാതെ പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അല്ല, എന്റെ ഈ കച്ചറ സംസാരം ആൻഡ് തിങ്സ് ഇസ് ഇറ്റ് അഫക്റ്റിംഗ് യു, ഇസ് ഇറ്റ് അഫക്റ്റിംഗ് യുവർ ഫാമിലി? പിന്നെ അല്ലാതെ എന്റെ പെർസ്പെക്റ്റീവ് പിന്നെയാണല്ലോ. എന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അധികം ആരും ചോദിച്ചിട്ടില്ല. വീട്ടിലെ നൈബേഴ്സ് ഒക്കെ അമ്മയുടെ അടുത്തൊക്കെ എന്തോ അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, സംസാരം കുറച്ച് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് അവളുടെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ, അപ്പം മിണ്ടാതെ കേട്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. യെസ് ഗൈസ്, സിപിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതുവരെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ അടുത്തും ഡെഫിനറ്റ്ലി റിലേറ്റീവ്സും എന്റെ വീട്ടുകാരും എല്ലാവരും ഇപ്പോഴും ചോദിക്കും. വീട്ടുകാർക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് മറ്റേ പഠിപ്പിച്ച ഒരു ലെവലാക്കി, അതിന് ഞാൻ 10 വർഷം ജോലി 15 വർഷം, 5 വർഷം നാട്ടില്, 10 വർഷം അമേരിക്കയില് ജോലി എടുത്ത് ഒരു ലെവലായി കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫ് പോലെയാണെങ്കിലും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള റിലാക്സ്ഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് ഞാനിപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്നത്, CP നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം വരെ നമുക്ക് പ്രധാനം. നാട്ടുകാർ എന്ത് പറയുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം അവതാളത്തിലാവുകയുള്ളൂ. സോ അതാണ്. അല്ലെങ്കിലും നമ്മുടെ നാട്ടിലല്ല, ജനറലി ആളുകൾക്ക് ടെൻഡൻസിയാണ് ആരെങ്കിലും വെറുതെ ഇരിക്കുന്നു, ജോലിയൊന്നും ചെയ്യാതെ റിലാക്സ് ചെയ്യുന്നു, പിള്ളേരുടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ എന്റെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക മാസത്തിലൊരു മാസ വരുമാനം വേണ്ടേ, എന്തെങ്കിലും മാസത്തിൽ വരുമാനം കിട്ടണ്ടേ, പിള്ളേരൊക്കെ വളർന്നു വരെയല്ലേ. അപ്പൊ ഇവരെയൊന്നും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജീവിക്കാനുള്ള കാശുണ്ട്, നമുക്ക് ടൈം വേറെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ. പിള്ളേരെ 18 വയസ്സ് വരെ വളർത്തി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഇല്ല, പിള്ളേരെ വളർത്തുക എന്ന് പറഞ്ഞാൽ പിള്ളേരെ 18 വയസ്സ് വരെ നോക്കുക. പിള്ളേരെ 18 വയസ്സ് വരെ മാത്രമേ പിള്ളേരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ പണിക്ക് പോകും. അത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്ത് വെക്കുക, ഒരു ബാക്കപ്പ്. അല്ലാതെ അവർക്ക് സ്പെൻഡ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള മണി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നല്ല പറയുന്നത്. ഒരു ബാക്കപ്പ്. ഡോണ്ട് വറി, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യുക, ഞങ്ങൾ ഇതൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്, ബട്ട് അതെടുത്ത് മിസ്യൂസ് ചെയ്യാനുള്ളതല്ല എന്നുള്ള ഒരു ഐഡിയ കൊടുക്കുക. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോ മറ്റേ പേട്രിയാർക്കിനെ വെച്ചും പിന്നെ നമ്മുടെ സമൂഹത്തിന് വെച്ചും ഇൻലോസിന് അഗേൻസ്റ്റ് ആയിട്ടും ഒക്കെ വീഡിയോസ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എന്നെ എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ആയിട്ടുണ്ടോ? എന്നെ സത്യം പറഞ്ഞ ഒരു രീതിയിൽ അഫക്റ്റ് ആയിട്ടില്ല. എന്നെ ഇൻലോസ് ആണെങ്കിലും സോഫാർ എന്റെ കാര്യത്തിനൊന്നും ഇടപെടാൻ വന്നിട്ടില്ല. എന്റെ എന്തെങ്കിലും ചെറിയ കമന്റ് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടൂല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ CP എന്ന് പറയുന്ന എന്റെ ഭർത്താവ് ഇടപെട്ട് എന്നെ എന്തായാലും ഹാപ്പി ആക്കി വെച്ചിട്ടേ ഉള്ളൂ. സോ ആസ് എ ഹസ്ബൻഡ്, നിങ്ങൾ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻലോസിന്റെ കാരണമുള്ള കൂടുതൽ പ്രശ്നങ്ങളും വരില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ഞാൻ ഇൻലോസിന്റെ കാര്യമൊക്കെ പറയുന്ന അവരെ കുറ്റം പറയണതല്ല, ജനറലി ഉള്ള സോഷ്യലി ഉള്ള പ്രശ്നങ്ങൾ പറയുന്നു, അല്ലാതെ എന്റെ ഇൻലോസിനെയും ഉള്ള പ്രശ്നങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്റെ ഇൻലോസ് താങ്ക്ഫുള്ളി ഒരു അഡ്ജസ്റ്റിംഗ് വളരെ നല്ല ആൾക്കാരാണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്വന്തം വീടുകളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രൈവസി നമ്മുടെ പ്രൈവസി ഒന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിലും ഈ പേരൻസ് പറയുന്നതൊന്നും അധികം കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇൻലോ, മദർ ഇൻലോ, ഫാദർ ഇൻലോ അവരൊക്കെ അവരുടെയും പേരൻസുമായിട്ടും അവരുടെ ഇൻലോസുമായിട്ടും ഈ ഫേസ് കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അവരുടെ ആവശ്യത്തിൽ കൂടുതൽ കുറ്റം പറഞ്ഞിട്ടും അവരുടെ കുറ്റം കേട്ടിട്ടും തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരു സൈക്കിളാണ്, ഇത് നടന്നുകൊണ്ടിരിക്കും. അല്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കോ നിങ്ങൾ അങ്ങനെ ചോദിക്കണം. നിങ്ങളെ കൂടെ നമ്മൾ കുറച്ച് ചൊറിയാന്ന് എപ്പോഴെങ്കിലും അവർക്ക് തോന്നുന്നു. ഇത് മറ്റുള്ളവരുടെ ജീവിതം ജഡ്ജ് ചെയ്യാൻ പോകരുത്. ജഡ്ജ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതാ വളരെയധികം ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാരും. നമ്മളത് ചെയ്യാതിരിക്കുക മാക്സിമം. ലൈഫിൽ റിഗ്രറ്റ് തോന്നിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? റിഗ്രറ്റ് തോന്നിയ സംഭവങ്ങൾ, തെറ്റ്, തോൽവികൾ, ഇതൊക്കെയാണ് റിഗ്രറ്റ് തോന്നാൻ കാരണമായ കാര്യങ്ങൾ. പക്ഷെ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവും, പിന്നെ അത് ഭാവിയിൽ അതെല്ലാം ഒരു ലെസൺ ആയിട്ട് എടുക്കാം. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോന്ന്? I should not have done this. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠിത്തം വളരെ
വളഞ്ഞു പോവുകയാണ്. പഠിച്ചിറങ്ങിയ പഠിക്കാനായിരുന്നു അല്ലേ? നേരെ പഠിച്ചില്ല, പക്ഷെ നേരെ പഠിക്കാതെ ബാക്കി ചെയ്ത കാര്യങ്ങൾ വളരെ ലൈഫിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലൈഫിൽ അത് എപ്പോഴും ഒരു ലെസൺ ആയിരുന്നില്ലേ? ഓക്കെ, എന്തും നേരിടാം എന്നുള്ള ഒരു ധൈര്യമുണ്ട്. എന്തും നേരിടാം എന്നുള്ള ധൈര്യമുണ്ട്. മൾട്ടിപ്പിൾ പഠിത്തവും കൂടെ പാരലലി കൊണ്ടുപോവാം വേണമെങ്കിൽ. ഞാൻ ചോദിച്ചല്ലോ, എന്റെ കാര്യത്തില് റിഗ്രറ്റ് എന്ന് പറയുന്നത്, ഞാൻ സത്യം പറഞ്ഞ എന്റെ പ്രൊഫഷണൽ ലൈഫ് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ഇവിടെ എത്തിയില്ല എന്നുള്ള ഒരു ദുഃഖം എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം എന്റെ ഈ പ്രൊഫഷൻ കൊണ്ട് ഒരു വീഡിയോയിൽ ഞാൻ സിപിനെ പറ്റി എന്തുവാണ് അവസാനത്തിന്റെ പേര്, ദൈവത്തിനെ വിശ്വസിക്കാത്ത ആളുടെ പേര് ഏത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏത്തീസം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് CP എന്നുള്ള ഒരു സംഭവത്തിനെ പറ്റി പറയുന്നു. ഞാൻ ബൈബിളിലെ ആവശ്യത്തിന് ദൈവത്തിന് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. സോ ഏത്തീസം എന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഇല്ല, അങ്ങനെ എനിക്കൊരു ഗ്രൂപ്പിലും പെടാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഈ ഇന്ന വിഭാഗമാണ്, അന്ന ആ വിഭാഗമാണ് എന്ന്. അപ്പൊ മെയിൻലി എനിക്ക് ദൈവവിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ചിന്തിക്കാൻ കൂടുതൽ സമയം കിട്ടിയപ്പോ ആലോചിച്ചപ്പോ തെളിവുകളില്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കാറില്ല ഞാൻ. അപ്പോ എല്ലാത്തിനും ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതെല്ലാം മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടി. ജാതി, മതം, ദൈവങ്ങൾ എല്ലാം. അപ്പോ ഇപ്പോ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല, ഒട്ടും വിശ്വസിക്കുന്നില്ല. കാര്യം എനിക്കറിയാം, ഇപ്പോ ഈ ഹ്യൂമൻ റേസിനെ കംപ്ലീറ്റ്ലി റേസ് ചെയ്ത് ഒരു ന്യൂ റേസ് ഉണ്ടായി എന്ന് വെച്ചോളൂ. 1000 വർഷം കഴിയുമ്പോ പുതിയ ദൈവങ്ങളായിരിക്കും, പുതിയ മതങ്ങളായിരിക്കും എല്ലാം ഉണ്ടാവുന്നത്. ബട്ട് സയൻസും ഫാക്ട്സും അതെല്ലാം വീണ്ടും പഴയത് തന്നെ ആയിരിക്കും. ദൈവങ്ങൾ പുതിയതായിട്ടുണ്ടാവും ഇപ്പോ. അങ്ങനെ അപ്പം എല്ലാം ആരുടെയോ ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ലൈഫിൽ ക്രൈസിസ് അല്ലെങ്കിൽ പേടി, ഭയം എന്തെങ്കിലും വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഹൂ വിൽ യു ഗോ ടു, ഹൗ വിൽ യു എന്താണ് സർവൈവ് ആ ഒരു ക്രൈസിസും? അല്ലെങ്കിൽ അയ്യോ എന്ത് ചെയ്യും? ഇല്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോ പോയി പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. അറിവില്ലാത്ത സമയത്ത് പ്രായത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അടുത്ത സ്മോൾ റൈറ്റ് സ്റ്റെപ്പ് എടുക്കണം. ഏറ്റവും ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് റൈറ്റ് സ്റ്റെപ്പ് എടുക്കാം, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി. അല്ലാതെ വലിയ പ്രശ്നങ്ങൾ സെൽഫ് ഡ്രിവൺ ആവാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇപ്പോ ബിഗ് യുദ്ധങ്ങളും അവിടെയും ഇറാഖ്, സിറിയ. നമ്മുടെ നാടാണോ അമേരിക്കയാണോ നല്ലത്? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്റെ എക്സ്പീരിയൻസിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അമേരിക്കൻ ലൈഫാണ് ഭയങ്കര ദുരന്തം. കാരണം നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ലേബർ ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ കുട്ടികളെ വിടണം, അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ട്രാഫിക്കിൽ കിടന്ന് ഓഫീസിലെത്തണം. ഓഫീസിൽ എത്തിയിട്ട് 8 മണിക്കൂർ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ബോസ് ഇല്ലെങ്കിൽ സുഖിച്ചിരിക്കാം, ബോസ് ഉണ്ടെങ്കിൽ പേടിച്ചിരുന്നിട്ട് അങ്ങനത്തെ ഒരു പരട്ട കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സ്വന്തമായിട്ട് കമ്പനിയിൽ ലാവിഷായിട്ട് വർക്ക് ചെയ്യണോ, ബുദ്ധിയില്ലാത്തതുകൊണ്ടും ധൈര്യമില്ലാത്തതുകൊണ്ടും ഞാൻ വർഷാവർഷം ഒരു പരട്ട അടിമ കമ്പനിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് വൈകുന്നേരം കുക്ക് ചെയ്യണം, ഭർത്താവായിട്ട് അടി ഉണ്ടാക്കി ഇതൊന്നും കുക്ക് ചെയ്ത് വെച്ചില്ലേ എന്ത് കുക്ക് ചെയ്യാത്തത്. പിന്നെ ഭർത്താവ് ചിലപ്പോൾ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകുമ്പോൾ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ അന്ന് പല പല പ്രശ്നങ്ങൾ. രാത്രി പിള്ളേർ ഉറങ്ങിയെങ്കിൽ പ്രശ്നം, രാവിലെ പിള്ളേർ ഞാൻ പ്രശ്നം, മൊത്തം പ്രശ്നം. ഇവിടെയാണെങ്കിൽ നമുക്ക് മേലുണ്ട്, എല്ലാത്തിനും തേക്കാൻ കെയർ ഓഫ് ആണ്. മേലില്ലെങ്കിലും വീട്ടുകാർ വന്ന് മേലുവിനെ പോലെ ആക്ട് ചെയ്ത് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ പണി ചെയ്യാനുള്ള സാവകാശം, സമാധാനം എല്ലാം ഉണ്ട്. സോഷ്യൽ ലൈഫാണ് എനിക്കിഷ്ടം. പിന്നെ പോണം എന്ന് ചിലപ്പോഴൊക്കെ ലാവിഷായിട്ട് മറ്റേ കാറ്, വെതർ, നല്ല നല്ല ഫുഡ് അതൊക്കെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ക്രാഷ് എടുത്ത് ആ ലൈഫ് ഈ ലൈഫ് ഞാൻ വേ ചെയ്യുന്നതിന് ഈ ലൈഫ് തന്നെയാണ് ഓവർ ചെയ്യൂ. എനിക്കും അവിടുത്തെ ലൈഫ് വളരെ നല്ലതായിരുന്നു. അവിടുത്തെ ലൈഫിന്റെ മെയിൻ നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. ആളുകൾ പെട്ടെന്ന് നമ്മളുമായിട്ട് ക്ലോസ് ആവും. US-ലൊക്കെ എന്തെങ്കിലും ഗെറ്റ് ടുഗദർ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ ഒരാളുടെ ഫ്രണ്ട്സ് വേറൊരാളുടെ ഫ്രണ്ട്സ്, വീട്ടിൽ കൂടുതൽ ആളുകൾ വരും, നിറയെ പാർട്ടി, നിറയെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെയാണ് മെയിൻലി മിസ് ചെയ്യുന്നത്.
അല്ലാതെ അമേരിക്ക എന്ന നാട് മിസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യും. അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ? എന്നിട്ട് നമുക്ക് മനസ്സിലായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വീടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എടുത്ത തീരുമാനം തന്നെയാണ് റൈറ്റ് തീരുമാനം എന്ന് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഏകദേശം 4.5 വർഷമായി വന്നിട്ട് ഇതുവരെ തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല. ആകെ മിസ് ചെയ്യുന്നത് അവിടുത്തെ ഫ്രണ്ട്സിനെ മാത്രമാണ്. നല്ല കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു നാട് അല്ല നമുക്ക് ഇഷ്ടമാവുന്നത്, നാട്ടിൽ താമസിക്കുന്ന അന്തരീക്ഷവും അവിടുത്തെ ആളുകളുമാണ് ആ നാട്ടിനെ ഇഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ നല്ല ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഇവിടെ നല്ല ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഫ്രണ്ട്സ് ഇല്ലാത്തടത്ത് പോവാൻ പറ്റില്ല. ഫ്രണ്ട്സ് ഇപ്പോഴല്ലേ വന്നത്? ആദ്യം വന്നപ്പോ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ, കോവിഡ് ടൈം ആയിരുന്നു. അങ്ങനെ അല്ല, പണ്ട് കോളേജ് സ്കൂൾ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും, അത്രേ ഉള്ളൂ. അവിടെ ഫ്രണ്ട്സ് ആണ് എല്ലാം. എനിക്ക് പിന്നെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ. അപ്പൊ ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഡു യു തിങ്ക് വി ക്യാൻ ലിവ് കംഫർട്ടബിളി വിത്തൗട്ട് കിഡ്സ്? വുഡ് യു ഹാവ് ചോസൺ എ കിഡ്സ് ഫ്രീ ലൈഫ് ഇഫ് യു ഹാഡ് ദ ഫ്രീഡം ടു ഡു ദിസ്? എന്നിട്ട് ചോദിക്കുന്നത്, സോറി ഇഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ഇൻട്രൂഡിങ്. ഐ അഡ്മയർ യുവർ കറേജ് ആൻഡ് യുവർ വ്യൂസ് ഓൺ ടോപ്പിക്സ്. might make it less lonely for. മലയാളത്തിൽ പറഞ്ഞാൽ കിഡ്സ് ഇല്ലാത്ത ജീവിതം എന്തായിരിക്കും, കിഡ്സിന് ഇല്ലാത്ത ജീവിതം തിരഞ്ഞെടുക്കാൻ ധൈര്യമുള്ള ആൾക്കാരുടെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഗൈസ്, എനിക്ക് പേഴ്സണലി ആദ്യ കാലങ്ങളിൽ എനിക്ക് പലർക്കും അറിയാം മിസ്കാരേജ്, കുന്തം കുടച്ചക്രം. കിഡ്സ് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാൻ പോലുള്ള ഒരു ധൈര്യമോ ആ ഒരു സ്റ്റേജോ എനിക്ക് പണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പൊ ആ ഒരു മെച്യൂരിറ്റി എല്ലാം ഉള്ളത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡോണ്ട് ഹാവ് കിഡ്സ് എന്ന് ഞാൻ പറയാം. ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ഒരുപാട് ലെസൺസ് തരുന്നുണ്ട്. അവർ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ ലൈവ്ലി ആക്കുന്നുണ്ട്. ബോറിംഗ് അല്ലാത്ത ഒരു ലൈഫ് തരുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ മാത്രം ഉണ്ടെങ്കിൽ ബോറൊന്നും ആയിരിക്കില്ല. ബട്ട് ചില സമയങ്ങളിൽ ഒരുപാട് നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാ, അപ്പൊ അതിനു വേണ്ടിയാണോ കിഡ്സ് എന്ന് ചോദിക്കാം. അങ്ങനെയല്ല, എനിക്ക് ചില സമയത്തെങ്കിലും തോന്നും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ചിലതെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന് വേണ്ടി ചിലതെങ്കിലും നമുക്ക് അവർക്ക് ഗ്രാൻഡ് കിഡ്സ് ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ എന്ന് തോന്നുമ്പോൾ ഓക്കെ, ആ ഒരു കടമ നിർവഹിച്ചു. പക്ഷെ അല്ലാത്ത ലൈഫ് മേ ബി എനിക്ക് ഓക്കെ, ഞാൻ സെൽഫിഷ് ആയിട്ട് എന്റെ പേഴ്സണൽ ഹാപ്പിനെസ് വേണ്ടി, എന്റെ എന്തുവാണ് പ്രൊഫഷണൽ ലൈഫിനും പേഴ്സണൽ ലൈഫിനും വേണ്ടി എനിക്ക് കിഡ്സ് ഇല്ലെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി എന്റെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ എനിക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഡീവിയേഷനും ഒന്നുമില്ല. കിഡ്സ് ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് സമാധാനകരമായി സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ, ബട്ട് ദാറ്റ്സ് ദ ഡിസിഷൻ ദാറ്റ് ഐ ടുക്ക്. അതില്ലാത്തവരടുത്ത് ഡെഫിനറ്റ്ലി സമാധാനകരമായ ഒരു ജീവിതം ഭർത്താവും ഭാര്യയും നമ്മൾ വേറെ സ്ട്രെസ്സില്ല, വഴക്കില്ല, അടിപൊളിയായിട്ട് നയിക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് അതിനുള്ള തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് എനിക്കത് ഒരിക്കലും പറ്റില്ലായിരുന്നു, എനിക്കതൊരിക്കലും വേണ്ട. ഐ വുഡ് ലൈക്ക് ടു ഹാവ് കിഡ്സ്, ബട്ട് പ്ലീസ് അപ് ടു എന്തൊക്കെയോ അവൈലബിൾ പറഞ്ഞു. കിഡ്സ് വേണോ വേണ്ടയോ, കല്യാണം കഴിക്കണോ വേണ്ടയോ, ഇതെല്ലാം നമ്മുടെ മാത്രം ചോയ്സ് ആയിരിക്കണം. നമുക്ക് കിഡ്സ് വേണം എന്നുണ്ടെങ്കിൽ കിഡ്സ് ഉണ്ടാവാൻ ട്രൈ ചെയ്യുക. കിഡ്സ് കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ലൈഫിൽ ബെനിഫിറ്റോ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നെങ്കിൽ മാത്രമേ ചെയ്യുക. വേറെ ആര് പറയുന്നത് കേട്ടും ഒരു തീരുമാനവും എടുക്കരുത്. ആളുകൾക്ക് ഭ്രാന്താണ്. കിഡ്സ് ഉണ്ടായില്ലേ, കല്യാണം കഴിച്ചില്ലേ, ആളുകൾക്ക് ഒരു താല്പര്യം ഇല്ല. എനിക്ക് കിഡ്സ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങള് കിഡ്സ് ഉണ്ടായത് നമുക്ക്. അല്ലാതെ കിഡ്സ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ രണ്ടുപേരും മ്യൂച്വൽ ആണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏർലി 2000 അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ. അന്ന് എല്ലാവർക്കും കിഡ്സ് വേണം. ബട്ട് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയാണ് നമ്മൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്നുള്ളത്. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ കരിയർ ഓറിയന്റഡ്, ഗ്രോത്ത് ഓറിയന്റഡ്, ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആണ്. അവർക്ക് കിഡ്സ് വേണ്ടെങ്കിൽ വേണ്ട. എന്തിനാണ് കിഡ്സ്? അവർക്ക് വേണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് അതിൽ താല്പര്യം? അവർക്ക് എന്തിനാണ് മറ്റുള്ളവർ കിഡ്സ് ഉണ്ടായിട്ട് എന്തിനാണ്? ആവശ്യത്തിൽ കൂടുതൽ കിഡ്സ് ഇന്ത്യയിലുണ്ട്. നിർബന്ധിച്ച് ഒരാളെ കിഡ്സ് ഉണ്ടാക്കിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാവും? ഒരാൾക്ക് വേണമെങ്കിൽ മാത്രം കിഡ്സ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ സന്തോഷമായിരിക്കും. ചോദ്യമുണ്ട്, കല്യാണം എത്ര വയസ്സിൽ കഴിക്കണം? 24 വയസ്സ്. എനിക്ക് ഡിഗ്രി എന്തോ കിട്ടിയില്ല, പക്ഷെ എനിക്ക് വീട്ടുകാരെ സ്ട്രെസ്സും പ്രഷറും താങ്ങാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം? അഗൈൻ ഇതിന്റെ സെയിം ആൻസർ ഇല്ലേ? എന്തിനാണ് നാട്ടുകാര് പറയുന്നത് കേട്ട് പോണത്? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. നാട്ടുകാരോ വീട്ടുകാരോ
പ്രത്യേകിച്ച് വീട്ടുകാരുടെ പ്രഷർ എങ്ങനെ ചെറുത്ത് നിൽക്കും എന്നുള്ള ഒരു സംഭവം. വീട്ടുകാരുടെ പ്രഷർ ചെറുത്ത് നിൽക്കാൻ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുക, അവരുടെ ഡിപ്പെൻഡൻസി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ അവർക്ക് ഗവൺമെന്റിന് മുന്നേ ആയിരിക്കുമല്ലോ പ്രഷർ വരുന്നത്. അപ്പം ജോലി കിട്ടിയിട്ട് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള സ്റ്റാൻസ് എടുക്കുക. എന്നിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വാക്ക് മാറ്റുക, പ്ലേറ്റ് മാറ്റുക, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുക തൽക്കാലം. അപ്പോഴേ വേറൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ആണല്ലോ, ഇതുകൊണ്ട് ചേച്ചി ആൻഡ് ചേട്ടൻ ഫേസ് ചെയ്യേണ്ടി വന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇല്ല, എനിക്കും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. മെയിൻലി അഗ്രികൾച്ചറൽ ലാൻഡ് ഓൺ ചെയ്യാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ എലക്ഷൻ നിക്കാൻ പറ്റില്ല, വോട്ട് ചെയ്യാനും പറ്റില്ല, നിക്കാൻ പ്ലാനില്ല. അപ്പം തൽക്കാലം പ്രശ്നമൊന്നുമില്ല. അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, പേരൻസിന്റെ ഇൻഹെറിറ്റ് ചെയ്യാം. പുതിയതായിട്ട് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളൂ. അല്ല അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്റർ സ്റ്റേറ്റ് ഒക്കെ ഇന്റർ സിറ്റീസ് ട്രാവൽ ചെയ്യുമ്പോൾ ബാംഗ്ലൂർ, ഡൽഹി അവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് ചോദിച്ചാൽ കാണിക്കണം. ചോദിച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് ചേട്ടൻ ചേച്ചി എങ്ങനെ സഹിക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പൊതുവേ ആൾക്കാർക്ക് ഉണ്ട്. അതായത് ഞാനൊരു ഭയങ്കരിയായ ഭാര്യയും ചേട്ടൻ എന്തോ അടിമയെ പോലെ പാവത്തിനെ പോലെ ഇവിടെ. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ നേരെ തിരിച്ചാണ് കഴിച്ചത്. CP ആണ് ഇവിടെ ഭയങ്കരമായ സാധനം, ഞാൻ ഒരു പാവത്തിനെ പോലെയാണ് ജീവിക്കുന്നത്. ഞാൻ വീഡിയോസിൽ വരുന്ന ഒരു ഭയങ്കരനെ പോലെ കാണിക്കുന്നില്ല. ശരിക്കും CP ആണ് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡും ഇവിടുത്തെ മൊത്തമായിട്ടൊരു ഡിസിഷൻ മേക്കർ. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും നാട്ടുകാർ വ്യക്തമാക്കി കൊടുത്തു. എന്ത് ഡിസിഷൻ മേക്കാൻ വേണ്ടി ഞാനാണ് ഇവിടെ ഭയങ്കരി, ചേട്ടൻ എന്തോ അങ്ങനെ സഹിച്ച് ഇവിടെ ജീവിക്കുന്ന പോലെയാണ്. ഫുൾ ടൈം ഫോണും വെച്ച് നോക്കി ഇൻസ്റ്റാഗ്രാമും നോക്കിയിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും പറയും. പൊതുവെ ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി? അങ്ങനെ ഹെഡ് ഓഫ് ദ ഫാമിലി എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ് എന്തിനാണ് പറയുന്നത്? ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ആരാണ് ഇവിടെ എല്ലാ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്? ഇവിടെ നിന്ന് എന്ത് കുക്ക് ചെയ്യണമെന്ന് ആരാ ഡിസൈഡ് ചെയ്തത്? എല്ലാം മനസ്സിലായുള്ള എല്ലാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വേറെ ബിഗ് ഡിസിഷൻ ഒന്നും ഇല്ല. ഇന്ന് എന്ത് കുക്ക് ചെയ്യണം, ഇന്ന് എവിടെ പോണം, അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ പാത്രത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആളല്ല ഗൈസ് ശരിക്കും ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ വരുന്നത്. സോ ഇതൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഐ ആം ദ വെരി നിഷ്കളങ്ക ഓഫ് ദ ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ഞാനായിരിക്കും. അതെ, ഞാനല്ല. എന്തായാലും ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? ഞാനല്ല, ഞാനാണ്. പിന്നെ ഹൂ കുക്സ് ബെറ്റർ? ചില കാര്യങ്ങൾ ഞാനും ചില കാര്യങ്ങൾ CP. അങ്ങനെയാണ് അല്ലേ? അത് ഒന്ന് ശ്രമിച്ചാൽ CP ആയിരിക്കും ബെസ്റ്റ്. പക്ഷെ ശ്രമിക്കണില്ല എന്നുള്ളതുകൊണ്ട് ഞാനാണ്. ഇവിടെ പുറത്തായിരുന്നപ്പോ കുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളും എല്ലാം കൂടുതലാണ്. US-ലായിരുന്നപ്പോ എല്ലാം ഈസി ആയിരുന്നു. നല്ല ഫ്രൂട്ട്സും നല്ല വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ കിട്ടും. ആക്ച്വലി ഫ്രഷ് ആയിട്ടുള്ള. പിന്നെ സൗകര്യങ്ങളും കൂടുതലാണ്. ഒരു കിച്ചൺ എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് സ്പെൻഡ് ചെയ്യാൻ. ഇവിടത്തെ കിച്ചൺ അല്ല, ചവറ്റുകുട്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇതില്ല. എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആരാണ് ആദ്യം വന്ന് പാച്ചപ്പ് ചെയ്യുന്നത്? അത് വഴക്ക് എന്തിനു വേണ്ടിയാണ്, ആരുടെ ഭാഗത്താണ് കൂടുതൽ റൈറ്റ് റോങ്? അപ്പം എന്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പാച്ചപ്പ് ചെയ്യാൻ പോകും, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. സത്യം പറഞ്ഞ അമേരിക്കയിലായിരുന്നപ്പോഴാണ് പൂരടി, കൊലപാതകം, കുത്ത്. ഇവിടെ വന്നതിന് ശേഷം വലിയ കുഴപ്പമില്ല. ടച്ച് വുഡ്, എവിടെയെങ്കിലും തടി ഉണ്ടോ തൊട്ട് ഇനി ഫുൾ ടൈം അടിയായിരിക്കും. അല്ല, അമേരിക്കയിലായിരുന്നപ്പോ രണ്ടുപേരും ജോലി ചെയ്യായിരുന്നു. വളരെ കുറച്ച് സമയമാണ് അടി ഉണ്ടാക്കാൻ തന്നെ കിട്ടുന്നത്. കാരണം തിരിച്ചു വന്നിട്ട് ചിലപ്പം ജോലിയുടെ ബാക്കി കാണും. അപ്പം കുക്കിങ്, പിള്ളേര് ആര് ചെയ്യും, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും വടിയുണ്ട്. പക്ഷെ എനിക്ക് വഴക്കുണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും ഓർമ്മയില്ല. നല്ല പോയിന്റുകൾക്ക് വേണ്ടിയല്ല വഴക്കുണ്ടാക്കിയിരിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണ് വഴക്കുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എല്ലാരും പിന്നെ ഓവർ ദ ഇയേഴ്സ് അത് കുറഞ്ഞു വരണം. അതാണല്ലോ.
അറ്റൻഷൻ. ഡെഫിനറ്റ്ലി CP ആണ് എപ്പോഴും അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? ഞാൻ സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാറില്ലേ, ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോവും. അമ്മൂനല്ലേ കൂടുതൽ അറ്റൻഷൻ വേണ്ടത്. ഇപ്പൊ ഇത് അടുത്ത അടിക്ക് തുടക്കമാവാന് മുന്നേ ഇതല്ല ഇതിന്റെ ഉദ്ദേശം. എന്തായാലും ഇനി ഇമ്മയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഒരു 10-20 വർഷം മുന്നേ ചോദിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു. കൈ വണ്ണം വെച്ചിരിക്കുന്നു നമുക്ക്. എന്തായാലും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ Q&A. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇനി മോർ എന്തെങ്കിലും ചോദ്യങ്ങൾ, ഇനി വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ, തൽക്കാലം ഞാൻ കുറെ നാളുകൾക്ക് ശേഷം പിടിച്ച് വലിച്ചു കൊണ്ടിരുത്തി ഇത്രയും വായിൽ നിന്ന് മൊഴിപ്പിച്ചു ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ഒരു Q&A വിത്ത് ഹസ്ബൻഡ് എന്ന് വരുമെന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയാം. APS ആയതുകൊണ്ട് സ്വന്തമായിട്ട് മാത്രമേ പറയാൻ തീരുമാനം അറിയത്തുള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. വീഡിയോസ് കാണുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും എല്ലാവർക്കും 1000 സ്നേഹപൂക്കൾ ഇടുന്നു. അപ്പോൾ താങ്ക് യു, ടാറ്റ, ബൈ ബൈ. സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിച്ച് എല്ലാം വിതർത്തിയിടൂ. താങ്ക്സ്, ബൈ.